നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് മൂന്നാമതായിട്ട് ഉയർന്നു വന്നിട്ടുള്ള പരാതി തന്നെയാണ്. ഇതിൽ ഇത്രയും കാലം രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തെളിവുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയ പേജിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിലാണെങ്കിലും പ്രതികരിക്കാൻ സ്വന്തം നേതൃത്വത്തിൽ നിന്നും ഒരാൾ പോലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. രാഹുലിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തു കൂടിയായിട്ടുള്ള ഫെനി നൈനാൻ എന്ന് പറയുന്ന യുവാവ് ഇത്തവണ മൂന്നാമത്തെ പരാതി ഉയർന്നു വന്നപ്പോൾ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഫെനിയുടെ കയ്യിലുള്ള പല ചാറ്റുകളും ഫെനി നൈനാൻ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് അതിജീവിത എന്ന് പറയുന്ന യുവതിയുമായിട്ടുള്ള ചാറ്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ എവിടെയും ആ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നും തന്നെയില്ല. മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിൽ അവരെ എന്തെങ്കിലും ചീത്ത വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അശ്ലീല പരാമർശങ്ങൾ നടത്തിക്കൊണ്ടോ ഒന്നുള്ളത് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സൈബർ അധിക്ഷേപത്തിനെതിരെ അതിജീവിതയും ഫെനി നൈനാനെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായ ഫെനി നൈനാനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പത്തനംതിട്ട സൈബർ ക്രൈം പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ വസ്തുതാരഹിതമാണെന്ന വാദങ്ങൾക്കിടെ പോലീസ് തയ്യാറാക്കിയ പ്രഥമ വിവര റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കേസിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ, അശ്ലീല പരാമർശങ്ങൾ എന്നിവയാണ് പ്രധാനം. ഈ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്ന വാദവും ശക്തമാണ്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു പീഡന കേസിലെ അതിജീവിതയുടെ പേരും മറ്റു തിരിച്ചറിയൽ വിവരങ്ങളും പ്രതി തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴി പരസ്യപ്പെടുത്തി. അതിജീവിതയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അശ്ലീലമായ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ഫേസ്ബുക്ക് സ്റ്റോറിയായി പ്രചരിപ്പിച്ചു. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 64 മുതൽ 71 വരെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട അതിജീവിതയുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്ന നിയമം ലംഘിച്ചു. ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 72(1) അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ചത്. 79 സ്ത്രീയുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്നത്. IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം 2000 സെക്ഷൻ 67 അശ്ലീല വിവരങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. പോലീസ് സ്വമേധയാ എടുത്ത കേസാണിത്. തുടങ്ങിയിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഏതായാലും ഈ വകുപ്പുകളൊക്കെ തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫെനി നൈനാൻ ഇട്ടിട്ടുള്ള പോസ്റ്റുമായി ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് ഇനി ഫെനി നൈനാൻ കോടതിയിൽ ഇത് വാദിക്കുമ്പോൾ മനസ്സിലാകും. 15/1/2026 രാവിലെ 10:18 ഫേസ്ബുക്കിൽ ഈ പോസ്റ്റുകൾ വന്നതായി റിപ്പോർട്ടിൽ പറയുന്നത്. പത്തനംതിട്ട സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിതിൻ ആർ ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി മുഖേന ലഭിച്ച സ്ക്രീൻഷോട്ടുകളും URLകളും പരിശോധിച്ച ശേഷമാണ് നടപടിയെന്നും FIRൽ വ്യക്തമാക്കുന്നു. ഈ ആരോപണങ്ങൾക്കെതിരെ പച്ചക്കള്ളങ്ങൾ എന്ന പ്രതിരോധം ഫെനി നൈനാൻ ഉയർത്തുന്നുണ്ടെങ്കിലും ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നതെന്നാണ് വാദം. രാഹുൽ മാങ്കൂട്ടത്തിലെ വെട്ടിലാക്കാനാണ് ഈ ഒരു കേസും ഇപ്പോൾ ഫെനി നൈനാനെതിരെ പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോസ്റ്റുകളിലൊന്നും തന്നെ ഫെനി നൈനാൻ, അതും പോസ്റ്റ് ഇട്ടതിന് താഴെ ഫെനി നൈനാൻ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ ഇരയുടെ ഐഡന്റിറ്റിയോ മറ്റെന്തെങ്കിലും വിവരങ്ങളോ ഒന്നും തന്നെ ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് പോലീസ് ഈ ഒരു വകുപ്പ് ചുമത്തി ഫെനി നൈനാനെതിരെ കേസെടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ FIR ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ഇനി കോടതിയിൽ ഫെനി നൈനാന്റെ വക്കീലും വാദിക്കുമ്പോൾ മനസ്സിലാകും. അതേസമയം അതിജീവിതയുടെ ഒരു ഓഡിയോ സന്ദേശം ഇന്ന് പുറത്തു വന്നിരുന്നു. അതിൽ ഫെനി നൈനാനുമായി തനിക്കുണ്ടായിരുന്ന ബന്ധം ഒരു അനിയനെ പോലെ ആയിരുന്നു, ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ രാഹുലുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാൻ, ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഫെനി നൈനാനുമായി താൻ വീണ്ടും കോൺടാക്ട് ചെയ്തതിൻ്റെ ചാറ്റുകൾ ഫെനി നൈനാൻ തലയും വാലും ഇല്ലാതെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നും കൂടി ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ അതിജീവിത പറയുന്നതായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഫെനി നൈനാൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇപ്പോൾ ഫെനി നൈനാൻ്റെ ഈ ഒരു പ്രതികരണം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: എനിക്കെതിരെ പത്തനംതിട്ട സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് കേസ്. ജാമ്യമില്ലാത്ത വകുപ്പുകളും FIRലുണ്ട്. എൻ്റെ പോസ്റ്റുകൾ വായിച്ചവർക്ക് മനസ്സിലാകും ഞാൻ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ അവരെ പറ്റി അശ്ലീല പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന്.
കേസ് വന്നതുകൊണ്ട് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ്. ഇന്നലെ ഞാനിട്ട പോസ്റ്റിൽ പരാമർശിച്ചതുപോലെ കേസിനെ നേരിടും. ജാമ്യത്തിനായി കോടതിയെ സമീപിക്കും. എഫ്ഐആറിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കും. തലയും വാലുമില്ലാത്ത ചാറ്റുകളല്ല ഞാൻ പുറത്തുവിട്ടത്. അവരുമായി ആദ്യം മുതൽ സംസാരിക്കുന്ന ചാറ്റുകൾ കൈവശമുണ്ട്. അതെല്ലാം ശാസ്തമംഗലം അജിത് സാർ, അഡ്വക്കേറ്റ് ശേഖർ സാർ എന്നിവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചാനലിൽ ഇന്ന് പരാതിക്കാരി പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞതുപോലെ ഫെനി നൈനാൻ പേടിച്ചിട്ടുമില്ല, പിന്നോട്ടുമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും ഫെനി നൈനാനും മുൻപോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശം. ഇത്രയും കാലം രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഒന്ന് രംഗത്തേക്ക് വരാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല. ഒരുപക്ഷെ ഫെനി നൈനാൻ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ ഭാവിയിൽ ഫെനി നൈനാനെ നേതൃത്വം കടുത്ത നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും തന്നെ ഫെനി നൈനാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുലിനെ പിന്തുണയ്ക്കുക മാത്രമല്ല തൻ്റെ കയ്യിലുള്ള തെളിവുകൾ അതൊരു പീഡനമല്ല എന്ന് തെളിയിക്കുന്ന തെളിവുകൾ രാഹുലിന് വേണ്ടിയിട്ട് ഫെനി നൈനാൻ ഫേസ്ബുക്ക് പേജിലൂടെ പരസ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം രാഹുലുമായിട്ടുള്ള ചാറ്റുകൾ ഈ പറയുന്ന അതിജീവിതകളെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടപ്പോൾ ഫെനി നൈനാൻ ഇപ്പോൾ രാഹുലിന് വേണ്ടിയിട്ട് അതിജീവിത കാണാനായിട്ട് സംസാരിച്ചിട്ടുള്ള ചാറ്റുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. രാഹുലിന്റെ വലങ്കയും അടുത്ത സുഹൃത്തുമാണ് ഫെനി നൈനാൻ. പക്ഷേ ഇപ്പോൾ കുരുക്ക് മുറുക്കിയിരിക്കുകയാണ് ഫെനി നൈനാനെതിരെയും പോലീസ്. പീഡനക്കേസിലെ പരാതിയുടെ സ്വകാര്യ വാട്സപ്പ് ചാറ്റുകൾ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ട് അപമാനിച്ചെന്ന പരാതിയിലാണ് പോലീസ് സൈബർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നീക്കങ്ങൾക്ക് തടയിടാൻ ഫെനിയെ പൂട്ടുക എന്ന തന്ത്രമാണ് പോലീസ് പയറ്റുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. തനിക്കെതിരെ കേസെടുത്തതിൽ ഒട്ടും ഭയമില്ലെന്നും നിയമപരമായി തന്നെ ഇതിനെ നേരിടുമെന്നും ഫെനി നൈനാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികാരത്തിന്റെ ഭാഗമായി എന്നെ വേട്ടയാടാൻ പറ്റുമായിരിക്കും, പക്ഷെ എല്ലാത്തിനും മുകളിൽ കോടതിയുണ്ട് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ചാറ്റ് പുറത്തുവിട്ടതാണ് കേസെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ ഇതേ ചാറ്റുകൾ വാർത്താ ചാനലുകൾ നൽകിയിരുന്നില്ലേ? എന്തുകൊണ്ട് അവർക്കെതിരെ കേസില്ല? ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന ഏപ്രിൽ മാസത്തിന് ശേഷം 18 മാസങ്ങൾ കഴിഞ്ഞ് എന്തിനാണ് പരാതിക്കാരി എനിക്ക് മെസ്സേജ് അയച്ചത്? എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? എഫ്ഐആർ ലഭിച്ചാൽ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഫെനി നൈനാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെയാണ് തന്റെ സ്വകാര്യതയെ പരസ്യമായി അപമാനിച്ച ഫെനി നൈനാന്റെ നടപടിക്കെതിരെ അതിജീവിതയും രംഗത്തെത്തിയിരിക്കുന്നത്. താൻ നേരിട്ട അതിക്രമത്തേക്കാൾ വലിയ മാനസിക വിഷമമാണ് തന്റെ സ്വകാര്യ സംഭാഷണങ്ങൾ വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചതിലൂടെ ഉണ്ടായതെന്നാണ് അതിജീവിത പ്രതികരിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പുറത്തുവിട്ട് തന്റെ സ്വഭാവഹത്യ നടത്താനാണ് ഫെനി നൈനാനും സംഘവും ശ്രമിക്കുന്നതെന്നും നീതി ലഭിക്കുന്നതുവരെ പിന്നോട്ടില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്.